അഞ്ചാം പുസ്തകം സൂക്ഷിക്കുന്ന ഓഫീസ് ജില്ലാ രജിസ്ട്രാർ ഓഫീസ്. ഫീസ് പട്ടിക പ്രകാരം 16,000 രൂപയുടെ തീറാധാരത്തിന് വാങ്ങാവുന്ന നിയമാനുസൃതമായ എഴുത്ത് ഫീസ് 800 രൂപ. ഒന്നാം പുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആധാരം പിഴയോടുകൂടി എത്ര നാളിനകം ഹാജരാക്കണം? 8 മാസം. മുദ്രവില ആവശ്യമില്ലാത്ത കാരണം ഏത്? കപ്പൽ തീറ്. മുദ്രവില ആവശ്യമില്ലാത്ത കാരണം ഏത്? പണയ കൈമാറ്റം. ആധാരമെഴുത്ത് ലൈസൻസ് ഏത് കാലയളവിലേക്കും സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ള അധികാരി? DIG ലൈസൻസിംഗ്. ആധാരത്തിൻ്റെ കളവായ പകർപ്പ് മനഃപൂർവ്വം രജിസ്റ്ററിംഗ് ഓഫീസിൽ നൽകിയാലുള്ള തടവു ശിക്ഷ 7 വർഷം വരെ. 1/1/2006 ആരംഭിച്ചിട്ടുള്ള ചിട്ടിയുടെ രണ്ടാമത്തെ ബാക്കി പത്രം ഫയൽ ചെയ്യേണ്ട അവസാനത്തെ തീയതി 31/3/2008. ഇപ്പം അതല്ല, 28/2/2008 കേട്ടോ. ആരുടെ പേരിലാണോ രസീത് എഴുതിയത് ആ ആൾക്ക് പ്രമാണം തിരിച്ചു കൊടുക്കുന്നതിൽ ആക്ഷേപം പ്രകടിപ്പിച്ചുകൊണ്ട് രജിസ്റ്ററിംഗ് ഉദ്യോഗസ്ഥന് കൊടുക്കുന്ന ഹർജിയുടെ ഫീസ് 50 രൂപ. ഇപ്പോഴത്തെ നിയമപ്രകാരം 50 അല്ല, 525 രൂപയാണ് കേട്ടോ. സബ് രജിസ്ട്രാറുടെ മുദ്ര ഉപയോഗിക്കാതെ സാക്ഷ്യപ്പെടുത്താവുന്നവ: പ്രത്യേക വിവാഹ നിയമത്തിന് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ. ഒപ്പിട്ട തീയതി മുതൽ എത്ര ദിവസത്തിനകം ഗഹാൻ ഹാജരാക്കണം? 30. ആധാരത്തിൽ ഫോട്ടോയും വിരൽപ്പതിപ്പും പതിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന രജിസ്ട്രേഷൻ ചട്ടം. ചട്ടം 32. കേരള പ്രത്യേക വിവാഹ ചട്ടങ്ങൾ പ്രകാരം ബന്ധപ്പെട്ട ബുക്കുകളിൽ മുൻ വർഷങ്ങളിൽ തെരച്ചിൽ നടത്തുന്നതിന് വർഷം ഒന്നിനുള്ള ഫീസ് 1 രൂപ. എന്നാൽ ഇപ്പോൾ അത് 110 രൂപയാണ്. വസ്തു കൈമാറ്റത്തെ നിയന്ത്രിക്കുന്നത് TP ആക്ട്. താഴെ പറയുന്നവയിൽ പ്രതിഫലമില്ലാത്ത ആധാരം. താഴെ പറയുന്നവയിൽ പ്രതിഫലമില്ലാത്ത ആധാരം. ദാനം. 25,000 രൂപ സലയുള്ള ചിട്ടിക്ക് ഈടാക്കാവുന്ന പരമാവധി കോമ്പൗണ്ടിംഗ് ഫീസ് 1000 രൂപ. രജിസ്റ്റർ ചെയ്ത ശേഷം അവകാശപ്പെടാതെ ഇരുന്നാൽ ഏത് കാലയളവിന് ശേഷമാണ് ആധാരങ്ങൾ നശിപ്പിക്കുന്നത്? 2 വർഷം. മാര്യേജ് ഓഫീസറുടെ ഓഫീസിന് വെളിയിൽ വെച്ച് വിവാഹം നടത്തുന്നതിന് സാധാരണ ഫീസിന് പുറമെ നൽകേണ്ട ഫീസ് 15 രൂപ. ഇപ്പോൾ അത് 1103 രൂപയാണ്. രജിസ്ട്രേഷന് ആധാരത്തോടൊപ്പം ഹാജരാക്കുന്ന പ്രത്യേക മുക്തിയാർ ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് 525 രൂപ. സ്പെഷ്യൽ മാര്യേജ് ആക്ട് ഷെഡ്യൂൾ 5 പ്രകാരം വിവാഹത്തിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധി: വരന് 21 വധുവിന് 18 വയസ്സ്. ഇമ്പൗണ്ടിംഗ് ചെയ്യപ്പെട്ട ഒരാധാരത്തിന് മേൽ കളക്ടറുടെ അധികാരം ഉപയോഗിച്ച് തിരുവനന്തപുരം ജില്ലാ രജിസ്ട്രാർ നൽകിയ ഉത്തരവിന്മേൽ അപ്പീൽ സമർപ്പിക്കേണ്ടത് ആരുടെ മുമ്പാകെ? ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക്. മരിച്ചുപോയ പിതാവിൻ്റെ വസ്തുക്കൾ അനന്തരാവകാശികൾ ഭാഗിച്ചെടുക്കുന്ന ഭാഗപത്രത്തിന്മേൽ നിർബന്ധപൂർവമായും പതിക്കേണ്ടത് ആരുടെ ഫോട്ടോ? ഹാജരാക്കുന്ന കക്ഷിയുടെ. 1/8/2011 ലഭിച്ച സ്റ്റേറ്റ് സ്ക്രൈബ് ലൈസൻസ് ആദ്യം പിഴ കൂടാതെ പുതുക്കുവാൻ അപേക്ഷ നൽകേണ്ട അവസാനത്തെ തീയതി 1/3/2012. 1/5/2000 മുതൽ 30/4/2011 വരെയുള്ള ബാധ്യതാ സർട്ടിഫിക്കറ്റിൽ എത്ര വർഷത്തെ തെരച്ചിൽ ഫീസ് ഈടാക്കണം? 12 വർഷത്തെ. 1 ലക്ഷം രൂപ സലയുള്ള ഒരു ചിട്ടി നടത്തുവാൻ ഒരു സ്വകാര്യ ചിട്ടി സ്ഥാപനത്തിന് അനുവാദം നൽകാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ജില്ലാ രജിസ്ട്രാർ.